ഹൃദയപൂർവം ഭാഗം 109. ശരത്ത് ദേവുനെയും കൊണ്ട് നവീന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. എല്ലാം അറിഞ്ഞു. സന്തോഷായി എനിക്ക് ലക്ഷ്മി മോളെ പോലെ തന്നെയാണ് നീയും. അതുകൊണ്ട് ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് ജീവിതം നശിപ്പിക്കരുത്, കേട്ടല്ലോ. മുന്നോട്ട് ജീവിക്കുക. ഇപ്പോ ഈ നിമിഷം നടക്കുന്ന കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വരെ ആലോചിക്കാം. പക്ഷേ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? അതങ്ങ് മറന്നു കളയുക. എന്നിട്ട് ദേ സന്തോഷായിട്ട് ഇവന്റെ ഒപ്പം ജീവിക്കണം. ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ടാകും, ശോഭനാമ്മ പറഞ്ഞു. പിന്നീട് അവിടെ എല്ലാവരെയും പരിചയപ്പെടുത്തലായിരുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞതും നവീന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മാത്രം മാഷിന്റെ വീട്ടിലേക്ക് ഇഷാനിയെ പെണ്ണ് ചോദിച്ചുകൊണ്ട് ചെന്നു. അവിടെ അതിന്റെ ചടങ്ങ് നടക്കുകയായിരുന്നു. ആ സമയമാണ് സന്ദീപിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ഏട്ടാ, ഞാനാണ് സിത്താര. എനിക്ക് ഇവിടെ നിൽക്കണ്ട, നമ്മുടെ വീട്ടിലേക്ക് വരണം. ഏട്ടൻ വന്ന് എന്നെ ഒന്ന് കൊണ്ടുവരാമോ? സിത്താര പറയുന്നത് കേട്ടതും, അതെന്തിനാ നീ ഇങ്ങോട്ട് വരുന്നത്? ഇവിടെ ഞാൻ ഷോപ്പിൽ പോയാൽ പിന്നെ നീ ഒറ്റയ്ക്കാവും. ഞാൻ പിന്നെ എപ്പോഴാണ് വരുന്നത് എന്ന് പറയാൻ പറ്റില്ല. അതുവരെ നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടേ? അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അവിടെ അമ്മയും അച്ഛനും ബാക്കിയുള്ളവർ എല്ലാവരും ഇല്ലേ? അതുകൊണ്ട് അവിടെ നിന്നാ മതി, സന്ദീപ് പറഞ്ഞു. പറ്റില്ല ഏട്ടാ, എനിക്ക് ഇവിടെ നിൽക്കണ്ട. എല്ലാം കൊണ്ടും ഇവിടെ ഒരു അസ്വസ്ഥതയാണ്. ഏട്ടൻ പറ്റുമെങ്കിൽ എന്നെ വന്ന് ഒന്ന് കൊണ്ടുവരാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ ബസ്സിന് വന്നോളാം, അവൾ പറഞ്ഞു. നീ അമ്മയോട് പറഞ്ഞുവോ? സന്ദീപ് ചോദിച്ചു. അതിന് അമ്മ ഇപ്പൊ ബിസിയല്ലേ. അമ്മയ്ക്കിപ്പോ എന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയമില്ല. ഇവിടെ നിന്നും കണ്ടവന്റെ ഒപ്പം ഇറങ്ങിപ്പോയ പെണ്ണില്ലേ ദേവിക, അവളുടെ പുറകെയാണ് ഇപ്പോ എല്ലാവരും. ഞാൻ ഇവിടെയുണ്ട് എന്നുള്ളൊരു ചിന്ത പോലും അമ്മയ്ക്കോ ഇവിടെ ആർക്കും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ലാത്തത്. സിത്താര, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ പറയരുത്. നിന്റെ പ്രായത്തിനൊത്ത് സംസാരിക്കാൻ പാടുള്ളൂ. നിനക്ക് ഉറപ്പാണോ അവള് കണ്ടവന്റെ ഒപ്പം പോയതാണ് എന്ന്? നീ കണ്ടിരുന്നോ അവൾ ആരുടെയെങ്കിലും ഒപ്പം പോകുന്നത്? സന്ദീപ് ദേഷ്യത്തോടെ ചോദിച്ചു. എന്തിനാ കാണേണ്ടത്? ഇവിടെയുള്ളവരെല്ലാവരും പറയുന്നത് ഞാൻ കേട്ടതാണല്ലോ, അവൾ പറഞ്ഞു. കേട്ടത് മാത്രം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ മോളെ? നിന്നെ പോലെ തന്നെ ഒരു പെണ്ണാണ് ഈ പറയുന്ന ദേവിക. നിന്നിലും കുറച്ചുകൂടി പ്രായമുണ്ട് എന്നേയുള്ളൂ. അവളുടെ വിവാഹം എങ്ങനെയാണ് നടന്നത് എന്നുള്ള കാര്യം എന്നേക്കാൾ നന്നായിട്ട് ചിലപ്പോൾ നിനക്കറിയുമായിരിക്കും. ആ അവസ്ഥ നിനക്കാണ് വന്നിരുന്നെങ്കിൽ നീ എങ്ങനെയായിരിക്കും മോളെ അതിനെതിരെ പ്രതികരിക്കുന്നത്? ഇതുപോലെ അവനെയും കെട്ടി അവന്റെ വീട്ടിലെ നീ ഒരു അടിമയെ പോലെ ജീവിക്കുമോ? അവന്റെ കാൽ കീഴിൽ ജീവിക്കാൻ പറ്റുമോ നിനക്ക്? അവളുടെ സഹോദരനെ പോലെ ഞങ്ങൾ പ്രവർത്തിച്ചാൽ നീ എന്തു ചെയ്യും? സന്ദീപ് ചോദിച്ചു. അവിടെ നിന്നും സിത്താരയുടെ മറുപടി ഒന്നും കേൾക്കാതെ വന്നതും, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. അവൾ കണ്ടവന്റെ ഒപ്പം പോയതാണോ അതോ ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് സ്വയം പോയതാണോ എന്ന്. അവൾക്ക് ജീവിക്കാൻ നല്ലൊരു തൊഴിലുണ്ട്. അവൾ പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയ ഒരു തൊഴില്. അതുകൊണ്ട് ആരുടെ മുന്നിലും അവൾക്ക് കൈനീട്ടി ജീവിക്കേണ്ടി വരില്ല, കേട്ടോ. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന എല്ലാ പെൺകുട്ടികളും സ്വയം ഒരു തൊഴിലുണ്ടെങ്കിൽ ഇതുപോലെ അടിമപ്പെട്ട് കിടക്കേണ്ടി വരില്ല. അതിപ്പോ ആരാണെങ്കിലും, ഈ എന്റെ സഹോദരിയാണെങ്കിലും. അതുകൊണ്ട് മോള് പഠിച്ച് നല്ലൊരു നിലയിലെത്താൻ നോക്ക്. ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കേണ്ട. 15 വയസ്സായില്ലേ. കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള കഴിവ് ഇപ്പോ ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറാതെ, വാശി കാണിക്കാതെ, കുറച്ച് പക്വതയോടെ ചിന്തിച്ച് പ്രവർത്തിച്ച് നല്ല കുട്ടിയായിട്ട് പഠിച്ച് നല്ലൊരു നിലയിലെത്ത്. എന്നും അച്ഛനും അമ്മയും ഈ പറയുന്ന ഞങ്ങളും ആരും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. എല്ലാവരും തള്ളിപ്പറഞ്ഞ ഒരു പെണ്ണിന്റെ അവസ്ഥ അത് കുറച്ചെങ്കിലും നിനക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ആ അവസ്ഥയിലൂടെ കടന്നു വന്ന ദേവികയെ പോലെ ആവരുത്. ഒരു പെണ്ണിനും അങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത്. പക്ഷേ ഇപ്പോ എനിക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് അഭിമാനാണ് തോന്നുന്നത്. ഇഷ്ടമില്ലാത്ത ജീവിതത്തില് കടിച്ചു തൂങ്ങി കിടന്നില്ലല്ലോ. എന്തായാലും ഞാൻ അമ്മയെ വിളിച്ച് സംസാരിക്കാം. എന്നിട്ട് അമ്മ തീരുമാനിക്കട്ടെ. ഞാൻ മാത്രം ഇവിടെയുള്ളപ്പോ ഇങ്ങോട്ട് നീ വരണ്ട എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ പലപ്പോഴും രാത്രി വൈകിയാണ് വരുന്നത്. നീ അപ്പോ ഇവിടെ ഒറ്റയ്ക്കാകും, സന്ദീപ് പറഞ്ഞു. അതിന് ഇവിടെ ജോലിക്കാരുണ്ടല്ലോ, ഞാൻ അവരുടെ കൂടെ നിന്നോളാം, അവൾ പറഞ്ഞു. എന്തായാലും നീ അമ്മയോടും അച്ഛനോടും സംസാരിച്ചു നോക്കൂ,
അവര് പറയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. എന്നിട്ട് നീ എന്നെ വിളിക്ക് എന്ന് പറഞ്ഞ് സന്ദീപ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞപ്പോൾ പുറകിൽ കൈകെട്ടി ഗംഗ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് എന്ന് അവൾ പുരികം പൊക്കി ചോദിച്ചതും, സിത്താന, അവൾക്ക് ഇങ്ങോട്ട് വരണമെന്ന്. അതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഗംഗ ചോദിച്ചു. പിന്നെ അവളുടെ വീട്ടിലേക്കാണ് അവൾ വരണമെന്ന് പറയുന്നത്. സന്ദീപ് പറഞ്ഞുകൊണ്ട് ഗംഗയുടെ തോളിലൂടെ കൈയിട്ടതും, എന്റെ പൊന്ന് സന്ദീപേട്ട, ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും നാളും ഒരു മനസ്സമാധാനം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പെങ്ങളായതുകൊണ്ട് പറയുകയല്ല കേട്ടോ. ആ പാഷാണത്തിൽ കൃമി വന്നു കഴിഞ്ഞാ എനിക്ക് നിങ്ങളെ ഒന്ന് മര്യാദയ്ക്ക് കാണാനോ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് വരാൻ പോലും സാധിച്ചു എന്ന് വരില്ല. അതുമാത്രമല്ല, വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇവിടെ ദേവികയുണ്ട്. അവൾക്ക് ദേവികയെ അറിയാം. അവൾ എങ്ങാനും ദേവികയെ കണ്ട തീർന്നു, പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് അവളെ കുറച്ചു നാളത്തേക്കെങ്കിലും ഇവിടേക്ക് വരുത്താതെ ഇരിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് മനസ്സമാധാനമായിട്ട് നിങ്ങളുടെ കൂടെ കുറച്ചു ദിവസമെങ്കിലും താമസിക്കണം എന്ന് ഒരാഗ്രഹമുണ്ട്. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. ആ പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ആ തലയും വാലും ഇല്ലാത്ത പെങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല സമാധാനമായിട്ട്. അവൾ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ? 2-3 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ആലോചിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ. ഗംഗ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. അവൾ പറയുന്നത് ശരിയാണെന്ന് സന്ദീപിന് അറിയാം. പക്ഷേ എങ്ങനെയാണ് സിത്താരയെ തടയേണ്ടത് എന്ന് അവന് അറിയില്ലായിരുന്നു. അല്പസമയം ആലോചിച്ചതിന് ശേഷം അവൻ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചു. പറയ് സന്ദീപ്. അച്ഛാ, എന്നെ സിത്താര വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങോട്ട് വരണം എന്നാണ് പറയുന്നത്. അവിടെ എന്തോ ആരും അവളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് മെഡിറ്റേഷനും മെഡിസിനും എല്ലാം കഴിക്കാനുള്ളതല്ലേ. ഇവിടെ വന്ന ആരാണ് അവളെ ശ്രദ്ധിക്കുക? അത് മാത്രമല്ല, ഞാൻ സൂപ്പർ മാർക്കറ്റിന്റെ ഓരോ കാര്യങ്ങൾക്ക് നടക്കുമ്പോൾ എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. രാത്രി വൈകിയായിരിക്കും ഞാൻ ചിലപ്പോൾ വരുന്നത്. സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ലോഡിന്റെ ആവശ്യത്തിനും മറ്റും പോയി കഴിഞ്ഞാൽ ലേറ്റ് ആകും. അത് മാത്രമല്ല, ഞാനിപ്പോ പുതിയൊരു കാര്യം ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. കാര്യം നടന്നു കഴിഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും എല്ലാം ഞാൻ പറയാമെന്ന് കരുതിയതാണ്. അതുകൊണ്ട് ചിലപ്പോ എനിക്ക് 1-2 ദിവസം ഇവിടെ നിന്നും മാറി നിൽക്കേണ്ടി വരും. അപ്പോ അവൾ ഇവിടെ വന്നാ ശരിയാകില്ല, സന്ദീപ് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, മാധവ് ഇവിടെ ഉള്ളത് കൊണ്ടാണോ അവൾ വേഗം ഇങ്ങോട്ട് വരാൻ പോകുന്നത് എന്ന് അറിയില്ലല്ലോ. നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ അവൾക്ക് മാധവിന്റെ പുറകെ നടക്കാൻ പറ്റില്ല. ഇനി അവളുടെ മനസ്സിൽ എന്തെങ്കിലും വെച്ചിട്ടാണോ ഇങ്ങോട്ട് വരുന്നത് എന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് അവൾ ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്, സന്ദീപ് പറഞ്ഞു. എല്ലാം കേട്ട് ഇരുന്നതിന് ശേഷം, ശരി, എന്തായാലും അവൾ എന്നോട് സംസാരിക്കുമെന്ന് നോക്കട്ടെ, എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപിന്റെ അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. എല്ലാം കൂടി എനിക്ക് പാരയാവുകയാണല്ലോ ദൈവമേ. അവൻ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നോക്കിയത് അവന്റെ പുറകിൽ നിന്ന ശരത്തിനെയായിരുന്നു. ഒരു പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട്. എന്താണ് സന്ദീപ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരത്ത് ചോദിച്ചു. സന്ദീപ് സിത്താര പറഞ്ഞ കാര്യങ്ങളും അച്ഛനോട് സംസാരിച്ച കാര്യങ്ങളെല്ലാം ശരത്തിനോട് പറഞ്ഞു. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ പെങ്ങളെ കുറച്ചു നാളത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരരുത്. ഒന്നാമത്, നിനക്കും എന്റെ പെങ്ങൾക്കും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് കാണാൻ പോലും കിട്ടില്ല. 2, ദേവിക പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവർക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും കൂടി എവിടേക്കെങ്കിലും ഒന്ന് പോകണമെങ്കിലോ ഇനിയിപ്പോ എന്റെ ഒപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ നിന്റെ ബോധമില്ലാത്ത പെങ്ങളില്ലേ, അവള് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു കൊടുക്കും കണ്ടു കഴിഞ്ഞ. അതുകൊണ്ട് ദേവുവിന്റെ ഈ ഡിവോഴ്സ് തീരുന്നത് വരെയെങ്കിലും ആ പാഷാണത്തിൽ കൃമിയെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ നിനക്ക് പറ്റുമോ? അങ്ങനെ നീ ചെയ്താ നീ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. ഇപ്പോഴാണ് ദേവു ഒന്ന് സമാധാനമായിട്ട് ജീവിച്ചു തുടങ്ങിയത്. ഇനിയും സങ്കടത്തിലാക്കരുത്. പിന്നെ അത് മാത്രല്ല, നിങ്ങളും ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇനിയിപ്പോ നിങ്ങളുടെ പെങ്ങള് അവിടെ വന്നു കഴിഞ്ഞാ പിന്നെ നിനക്ക് ഇവിടെ വന്ന് ഒന്ന് സംസാരിക്കാനോ ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരാനോ പറ്റിയെന്ന് വരില്ല. പിന്നെ ഗംഗ എന്തായാലും ദേവർമഠം എന്ന് പറയുന്ന ആ രാവണൻ കോട്ടയിലേക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് അക്കരെ ഇക്കരെ നിൽക്കേണ്ടി വരും. പിന്നെ നീ അവളെയും കൊണ്ട് വീണ്ടും ഗുരുവായൂർക്ക് പോകാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കാനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞങ്ങൾ വിടില്ല. നിന്റെ ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടെ ഇവിടെ നിൽക്കണമെന്ന്, എല്ലാവരുടെയും കൂടെ സമയം ചെലവഴിക്കണമെന്നെല്ലാം. അത് നീയായിട്ട് തന്നെ നഷ്ടപ്പെടുത്തണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് നോക്ക്, ശരത്ത് പറഞ്ഞുകൊണ്ട് നടക്കാൻ പോയതും. എടാ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന്?
അവളെ അവിടെ ആരും മൈൻഡ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ് അറിഞ്ഞെടുത്തോളം എനിക്ക് തോന്നിയത്. അത് ഞാൻ അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞോളാം, സന്ദീപ് പറഞ്ഞു. അല്ല, അതിനിടയ്ക്ക് മാധവിന്റെ പേര് പറഞ്ഞത് എന്തിനാണ്? ശരത്ത് ചോദിച്ചു. ചുമ്മാ, അവന്റെ പേര് പറഞ്ഞ് കുറച്ചുകൂടി കഥയ്ക്ക് ഒരു പഞ്ച് കിട്ടും. അപ്പോ ഇങ്ങോട്ട് അവളെ ഒട്ടും വിടില്ല, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. കൊള്ളാം, എന്തായാലും വാ, അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അല്ല, നവീന്റെ വീട്ടുകാർ വന്നിട്ട് പോയോ? ഇല്ല, ഇറങ്ങാൻ പോവാണ്. അവർക്ക് വേഗം വിവാഹം നടത്തണമെന്നാണ് പറയുന്നത്. മിക്കവാറും 1 മാസത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. എൻഗേജ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടാണ് ഗംഗ അങ്ങോട്ട് വരുന്നത്. കാണാതായപ്പോ വിളിക്കാൻ വന്നതാണ് ഞാൻ, അവൾ പറഞ്ഞു. പിന്നെ സന്ദീപേട്ടന് മാത്രമാണ് ഈ ആക്രാന്തം കൂടുതലെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അല്ല സന്ദീപേട്ടാ, നിങ്ങളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുണ്ട് നവീൻ ചേട്ടൻ. ഗംഗ പറഞ്ഞതും സന്ദീപ് ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. മനസ്സിലായില്ലേ സന്ദീപേട്ടന്? ഗംഗ ചോദിച്ചു. ഇല്ല എന്ന് അവൻ തോളനക്കി കാണിച്ചു. ഇഷാനിയെ കൂടാതെ ഇനിയും ജീവിക്കാൻ പറ്റില്ലാന്ന്. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്നെല്ലാം പറഞ്ഞ് നല്ല സെന്റി ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കാന്ന് പറഞ്ഞത്. എന്തായാലും ടീച്ചറമ്മയും മാഷച്ചനും പറയുന്നുണ്ടായിരുന്നു, ദേവികയുടെ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നടത്താൻ പറ്റൂന്ന്. നവീൻ ചേട്ടന്റെ അമ്മയും അത് സമ്മതിച്ചു. അതേതായാലും നന്നായി. അവന് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് കാണിച്ചോളും ദേവുവിന്റെ ഡിവോഴ്സിന്. അത് അവന്റെ ഫ്രണ്ടിന്റെ അമ്മയല്ലേ, ദേവുവിന്റെ വക്കീല്. പിന്നെ ഈ ശരത്തും അവനും കൂടി എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നേടി കൊടുത്തോളും. ഞാനും ഇപ്പോ അതാ ആലോചിക്കുന്നത്. ദേവികയുടെ ഡിവോഴ്സ് കിട്ടുന്നത് വരെ എന്റെ വീട്ടിലുള്ളവർ ഇങ്ങോട്ട് വരണ്ട എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവികയെ ഇവിടെ കണ്ടാലും അതില് എനിക്കുള്ള പങ്ക് അറിഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമില്ല, സന്ദീപ് പറഞ്ഞു. എല്ലാം നന്നായി നടന്നാൽ മതിയായിരുന്നു. പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് ജീവിതത്തിൽ നടക്കുന്നത്. ഇന്ന് തന്നെ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ ദേവു വിവാഹത്തിന് സമ്മതിക്കുമെന്ന്. സമ്മതിച്ചപ്പോ ഒത്തിരി സന്തോഷായി. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും സംസാരവും എല്ലാം കേട്ട് കഴിഞ്ഞാൽ ജീവിക്കാനൊരു പ്രചോദനം കിട്ടുന്നത് പോലെയാ എനിക്ക് തോന്നിയിരിക്കുന്നത്, സന്ദീപ് പറഞ്ഞു. അത് ശരിയാണ്. എനിക്കും ശരത്തേട്ടനും മാധവേട്ടന്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ ഒത്തിരി ഇഷ്ടം തോന്നിയതും അതുകൊണ്ടാണ്. എന്തായാലും ഞങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ വന്നു നിൽക്കാൻ സാധിച്ചല്ലോ. പിന്നെ അച്ഛനും അമ്മയും ഉടക്കി നിന്നതും നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുന്നത്. അല്ലാതെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, മതി മതി, കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഉദയൻ വിളിച്ചപ്പോഴാണ് അവർ 3 പേരും അങ്ങോട്ട് ചെന്നത്. മോനെ സന്ദീപേ, നീ ഇവിടെ ഒരുപാട് ചുറ്റി കറങ്ങണ്ട. ഇവിടെയുള്ള നാട്ടുകാർ ആരെങ്കിലും കണ്ടാൽ തീർന്നു. പിന്നെ നിന്റെ വീട്ടിലുള്ള ജോലിക്കാർ ആരെങ്കിലും കണ്ടാലും മതി. അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ച് നടക്കുന്നത് നല്ലതായിരിക്കും, ഉദയൻ പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ. തൽക്കാലം ഇതൊന്ന് മറച്ചു പിടിക്കുന്നത് തന്നെയാ നല്ലത്. പിന്നെ നീ വൈകുന്നേരം വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. നീ അവിടെ ചെന്നില്ല എന്ന് പറഞ്ഞ് നിന്റെ അമ്മയെ അറിയിക്കാൻ ആളുണ്ട് നിന്റെ വീട്ടില്. ഇതാകുമ്പോ നീ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അവർ നിന്റെ അമ്മ വിളിച്ചു ചോദിക്കുമ്പോ പറഞ്ഞോളും. പിന്നെ അവര് കാണാതെ നീ പോന്നാ മതി ഇങ്ങോട്ട്. അതിന് ഞാൻ നിന്നെ സഹായിക്കാം എന്ന് ശരത്ത് പറഞ്ഞു. അതെ, ഇപ്പൊ നിനക്ക് ചുറ്റും ചാരന്മാരെ നിർത്തിയാണ് നിന്റെ അമ്മ അഡ്വക്കേറ്റ് സാവിത്രി പോയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണമായിരുന്നു. എന്തായാലും ഇനി നോക്കിയും കണ്ടും ചെയ്താൽ മതി, ഉദയൻ പറഞ്ഞു. പിന്നെ സന്ദീപ് സിത്താര വിളിച്ച് ഇങ്ങോട്ട് വരുന്ന കാര്യം എല്ലാവരോടും പറഞ്ഞപ്പോ എല്ലാവരും ഓരോ സ്ഥലത്തിൽ അവളെ ഇങ്ങോട്ട് ഇപ്പോൾ വരുത്തണ്ട എന്ന് തന്നെ പറഞ്ഞു. അന്ന് രാത്രി ബസ്സിൽ നിന്നും വിനോദും കിച്ചുവും മൊയ്തീനും രവിച്ചേട്ടനും ബാലുവും എല്ലാം വന്നു. അവരോട് മാധവ് വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് വിനോദ് വരുന്നത് കൊണ്ട് ശാലുവിനെയും കിച്ചു ചെന്ന് ലാവണ്യയും വിളിച്ചുകൊണ്ടുവന്നു. പിന്നെ എല്ലാവരും രാത്രി അവിടെ ഒത്തുകൂടി. സന്ദീപിന്റെയും ശരത്തിന്റെയും വിവാഹത്തിന്റെ ചെറിയൊരു ആഘോഷം തന്നെ അവർ നടത്തി. വലിയ പരിപാടിയായി നവീന്റെയും ഇഷാനിയുടെയും വിവാഹത്തിന് ഗംഭീരമാക്കാം എന്ന് പറഞ്ഞു. ആ സമയമാണ് ശരത്തിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് സുമിത്ര എന്ന് പേര് കണ്ടതും ശരത്ത് വേഗം ഫോൺ എടുത്തു. ഹലോ മാഡം, അപ്പുറത്തു നിന്ന് ശാന്തമായൊരു ശബ്ദം. ശരത്, നോട്ടീസ് സർവീസായി. 3 ദിവസം കഴിഞ്ഞ ആദ്യത്തെ ഹിയറിംഗ് ഡേറ്റ് ആണ്. അത് കേട്ടതും ശരത്ത് കുറച്ചു മാറി എല്ലാവരോടും കൂടിയിരിക്കുന്ന ദേവികയെ അവനൊന്ന് നോക്കി. ദേവിക കോടതിയിൽ വരേണ്ടി വരുമോ മാഡം? ശരത്ത് ചോദിച്ചു. അവൾക്ക് അവനെ കാണാൻ പോലും പേടിയാണ്.
ഫോണിന്റെ അപ്പുറത്തു നിന്നുള്ള മറുപടിക്കായിട്ട് ശരത്ത് കാത്തുനിന്നു. അവൾ വരേണ്ടതില്ല. അഡ്വക്കേറ്റ് പറഞ്ഞതും പിന്നെ കേസ് എങ്ങനെയാ വിളിക്കുന്നത്? ശരത്ത് ആശങ്കയോട് ചോദിച്ചു. ഇത് അപ്പിയറൻസ് ത്രൂ അഡ്വക്കേറ്റ് ആണ്. ഞാൻ കോടതിയിലുണ്ടാകും. ദേവികയുടെ ഒപ്പുള്ള അപേക്ഷയും അഫിഡവിറ്റും ഫയൽ ചെയ്തിട്ടുണ്ട്. ജഡ്ജി കേസ് നമ്പർ വിളിക്കും. ഞാൻ അവൾക്ക് വേണ്ടി ഹാജരാകുമെന്ന് പറയും. അവിടെ നിന്നും പറയുന്നത് കേട്ട് ശരത്തിന്റെ നെഞ്ചിൽ ഒരല്പം ആശ്വാസം തോന്നി. അപ്പോ ഈശ്വർ അവൻ വരണോ? ശരത്ത് ചോദിച്ചു. നോട്ടീസ് കിട്ടിയത് കൊണ്ട് അവന് വരേണ്ട ബാധ്യതയുണ്ട്. വരില്ലെങ്കിൽ പോലും കോടതി കേസ് മാറ്റിവെക്കില്ല. എക്സ്പാർട്ടിയായിട്ട് മുന്നോട്ട് പോകും. അവൾ അവന്റെ മുന്നിൽ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലല്ലോ? ശരത്ത് വീണ്ടും ഉറപ്പിക്കുന്നത് പോലെ ചോദിച്ചു. ഇല്ല, ഇതിനി ക്യാമറ പ്രൊസീഡിംഗ് ആണ്. സ്ത്രീകളുടെ സുരക്ഷ കണക്കിലെടുത്താണ്. അവൾ വീഡിയോ കോൺഫറൻസ് വഴിയും പിന്നീട് മൊഴി നൽകാം. നേരിൽ കാണൽ ഒഴിവാക്കാനാണ് കോടതി ശ്രമിക്കുന്നത്. ശരത്ത് ഒന്ന് കണ്ണടച്ചു. ദേവികയുടെ ഭയന്ന മുഖം അവന്റെ മുന്നിൽ തെളിഞ്ഞു. അപ്പോ അവൾക്കിനി അവന്റെ മുന്നിലേക്ക് വരേണ്ടതില്ല അല്ലേ? അതെ ശരത്ത്, നിയമം ഇപ്പോ ദേവികയുടെ ചുറ്റും ഒരു കവചം പോലെ തന്നെയാണ്. അവൾ കോടതിയിൽ ഇല്ലാതെയും അവളുടെ ജീവിതം അവളുടെ കയ്യിലേക്ക് തിരികെ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. അഡ്വക്കേറ്റ് സുമിത്ര പറയുന്നത് കേട്ടപ്പോ ശരത്തിന് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസവും സന്തോഷവുമാണ് തോന്നിയത്. പിന്നീട് ശരത്ത് ഇന്ന് പെട്ടെന്ന് ദേവികയെ വിവാഹം കഴിച്ച കാര്യം പറഞ്ഞു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് അത് കേട്ട് സുമിത്രയ്ക്ക് സന്തോഷം തോന്നി. അവർ ശരത്തിനെ അഭിനന്ദിച്ചു. എന്നാലും ഡിവോഴ്സ് കഴിയണവരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞു. പിന്നീട് ഇനി ദേവികയുടെ മാനസികാവസ്ഥയ്ക്ക് ഇത് തന്നെയാണ് നല്ലത്. അവളുടെ കൂടെ ഒരാൾ ഉണ്ടെന്നുള്ള ധൈര്യം ആ കുട്ടിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നെല്ലാം അവരും പറഞ്ഞു. അവർ ശരത്തിനും ദേവികയ്ക്കും ആശംസ പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്തത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.